ഈ ശബരിമലയിലെ സ്വർണ്ണ വാതിൽ പാളികളും മറ്റ് അമൂല്യ വസ്തുക്കളുമൊക്കെ കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എന്തിനു കൊണ്ടുപോയി എന്നുള്ളൊരു ചോദ്യവും ഇന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നതായിരിക്കും. അതേസമയം CK വാസുദേവൻ വഴിയാണ് ഇളമ്പള്ളിയിൽ പൂജ നടന്നത് എന്ന് ക്ഷേത്ര ഭാരവാഹികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 2019 ശബരിമലയിലെ സ്വർണ്ണ വാതിൽപ്പാളി ഘോഷയാത്ര പുറപ്പെട്ട പള്ളിക്കത്തോട് ഇളമ്പള്ളി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്കിപ്പം ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ ഉണ്ണികൃഷ്ണൻ നായർ കൂടി ചേരുകയാണ്. ഇളമ്പള്ളി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പോൺസർമാർ 5 പേരാണ്. നമ്മളതിൻ്റെ നോട്ടീസൊക്കെ നേരത്തെ വിതരണം നടത്തിയിട്ടുണ്ട്. വലിയ ഘോഷയാത്രയായിട്ട് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതിനകത്ത് 5 പേരിൽ ഒരാൾ ഈ പറഞ്ഞ ഇളമ്പള്ളി തന്നെയുള്ളൊരു വാസുദേവനുണ്ട്. എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അളിയനൊരു അജിയുണ്ട്. അദ്ദേഹം കൊറോണ കാലത്ത് മരിച്ചുപോയി. വേറെ 3 പേരാണ്. അപ്പോൾ ഈ അജിയുടേതും വാസുദേവൻ്റേതും കുടുംബം ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അതും ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ഏതായാലും ഇവിടുന്ന് തന്നെ നമുക്കത് ഒരു ആരംഭം കുറിക്കാം എന്ന് പറഞ്ഞ് ആണ് ഇവിടെ വന്നത്. ഇവിടെ വന്നാണ് ആ സീല് പൊട്ടിച്ച് ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഈ ആനക്കൂട്ടിൽ വെച്ചാണ് അവിടെ വെച്ച് തിരുമേനി വന്ന് പൂജിച്ചാണ് ഇവിടുന്ന് അമ്പലപ്പുഴക്കാർ രഥത്തിൽ വളരെ വളരെ വിപുലമായ ഒരു രീതിയിൽ ഭയങ്കര ഒരു ജനസഞ്ചയമായിരുന്നു. ഇവിടുന്ന് ഒരു 10-15 അമ്പലങ്ങളിൽ കൂടി ദർശനം നടത്തി. അങ്ങനെയാണ് ഇത് പമ്പയിൽ ചെന്ന് വൈകിട്ട് 5 മണിയായിപ്പോയി അന്ന് ചെന്നപ്പം. അതുകൊണ്ട് അന്ന് അവിടെ സ്ട്രോങ് റൂമിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാം കൂടെ കൂടി ട്രാക്ടറിൽ ശബരിമല കൊണ്ട് വെക്കുകയാണ്. പിറ്റേ ദിവസമാണ് നട തുറന്ന് അവിടെ സമർപ്പിച്ചത്. ഈ നടൻ ജയറാം ഉൾപ്പെടെ പങ്കെടുത്ത ജയറാം വരുമെന്ന് നമ്മുടെ നോട്ടീസിനകത്തില്ലായിരുന്നു. അല്ലാതെ ഉണ്ടായിരുന്നു. നമ്മുടെ പത്മകുമാർ ഉൾപ്പെടെ ഉള്ള MP വന്നില്ല. MLA ജയരാജ് സാർ, ഇപ്പോഴത്തെ ചീഫ് വിപ്പായിരുന്നു ജയരാജ് സാറുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ ജോലിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ SIT ഏതെങ്കിലും തരത്തിൽ ഇവിടെ അന്വേഷണത്തിന് വേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? വന്നിട്ടില്ല. വരുമെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഇളമ്പള്ളിലും വരുമെന്ന് ഈ വാസുദേവനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതേ ഉള്ളൂ. ഒരിക്കലും അത് മറ്റൊരു രീതിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. അയ്യപ്പൻ ഇരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നിടത്തെ കഥകെന്ന് പറയുമ്പം ചെറിയ കാര്യമല്ലല്ലോ. ഈ ലോകത്തിലെ കോടാനുകൂടി ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഭക്തജനങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് വന്നു. വലിയൊരു ആഘോഷമായിരുന്നു. പിന്നെ ജയറാമെന്ന് പറഞ്ഞൊരു നടൻ്റെ സാന്നിധ്യവും ഒക്കെ. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് വലിയൊരു സന്തോഷത്തോടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു തരത്തിലുള്ള ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ. കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരും ദിവസങ്ങളിൽ ഇളമ്പള്ളിയിലെ ഈ ക്ഷേത്രത്തിലെത്തും. കോട്ടയത്ത് നിന്നും ജോബൻ തേക്കടിക്കൊപ്പം ഷ്നോസ് ടി, മാതൃഭൂമി ന്യൂസ്.